കുറച്ച് നാളുകളായി തലസ്ഥാന നഗരവും പരിസര പ്രദേശങ്ങളും വളരെ ശാന്തമായിരുന്നു. ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങൾ പോലീസിന്റെ നിരീക്ഷണത്തിലായതിനാൽ കൊല്ലും കൊലയും കുറച്ച് ദിവസങ്ങളായി കേൾക്കാറില്ല. എന്നാൽ കഴിഞ്ഞ രാത്രി തിരുവനന്തപുരം ജില്ലയോട് ചേർന്നുള്ള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലുണ്ടായ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് മലയാളികളെയാണ്. തിരുവനന്തപുരം കരമന സ്വദേശി ദീപുവിനെ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. ക്വാറി ഉടമയായ ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന 10 ലക്ഷം രൂപ കൊള്ളയടിക്കാൻ വേണ്ടി നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. തിരുവനന്തപുരത്തെ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. കൊല്ലപ്പെട്ട ദീപുവിന് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ കളിയിക്കാവിളയ്ക്കപ്പുറത്ത് തമിഴ്നാട് അതിർത്തിയിൽ ദീപു സോമൻ എന്ന വ്യവസായിയെ, തിരുവനന്തപുരം മലയങ്കീഴ് സ്വദേശിയാണ് അദ്ദേഹത്തെ പാർക്ക് ചെയ്തിരുന്ന കാറിനുള്ളിൽ കൊലപ്പെട്ട ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കഴുത്ത് മുറിച്ച് മാറ്റിയ നിലയിൽ അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത്. അദ്ദേഹം ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക്, കോയമ്പത്തൂരും അവിടെ നിന്ന് പൊള്ളാച്ചിയിലേക്കും പോകുന്നെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് JCBയുടെ ഡ്രൈവർ ഒപ്പം ഉണ്ടാകും, ഒരാൾ അവിടെ നിന്ന് ഒപ്പം കയറുമെന്നും വീട്ടുകാരെ അറിയിച്ചിരുന്നു. വിപിൻ എന്നയാൾ തക്കര സ്വദേശി, നേരത്തെയും ഈ ഇദ്ദേഹത്തിൻ്റെ ക്രഷർ യൂണിറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് വിപിൻ. അദ്ദേഹവും തക്കരയിൽ നിന്ന് വാഹനത്തിൽ ഒപ്പം കയറുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പോയ ദീപുവിനെയാണ് 12 മണിയോടുകൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിടെ നിന്ന് തമിഴ്നാട് പോലീസ് നേമം പോലീസ്, അതായത് കരമന പോലീസ്, അതായത് കൈമനത്താണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വിലാസമുള്ളത്. കൈമനത്തെ വീട്ടിൽ പോലീസ് എത്തുകയും അവിടെ നിന്ന് ഇപ്പോൾ താമസിക്കുന്ന ഈ മലയങ്കീഴ് സമയത്തെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുകയും അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൂട്ടി ഈ കൊല നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആളെ തിരിച്ചറിയുകയുമായിരുന്നു. വലിയ ദുരൂഹത ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. പൊള്ളാച്ചിയിൽ നിന്ന് JCB വാങ്ങാനാണ് ഇവിടെ നിന്ന് പോയതെന്നാണ് ദീപു ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ പറഞ്ഞിരുന്നത്. എപ്പോഴും അദ്ദേഹത്തോടൊപ്പമുള്ള സുഹൃത്ത് അനിൽകുമാർ, ഈ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ സൂപ്പർവൈസർ അനിൽകുമാറിനും ആ വിവരമാണ് ഉള്ളത്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പോലീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അത് അവർ നോക്കും. ഇപ്പോൾ ഈയിടയ്ക്ക് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നതുപോലെ ഒരു ഉടക്കായിടെ എന്ന് നമ്മൾ ഫ്രണ്ടായതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ അങ്ങനെ പറഞ്ഞു. അല്ല, അഷ്റഫ് ഒരു പേര് പറഞ്ഞു. അതാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല. കൂടുതൽ പോലീസ് അന്വേഷണത്തിൽ അറിയാൻ പറ്റും. ഞാനുമായിട്ട് 35 വർഷത്തിന് മേളിൽ ഞാൻ ഒരുമിച്ച് എന്താ ആവശ്യത്തിനും എന്നെ തന്നെയാണ് കൂടെ പോകുന്നതും എല്ലാം ഒരുമിച്ച് തന്നെ. 10 ലക്ഷം രൂപ കാറിലുണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരവും ആ മൊഴിയും. ഈ 10 ലക്ഷം രൂപയുമായി ഒരാൾ കടന്നു കളയുന്നതിൻ്റെ, അതായത് കാറിൽ നിന്ന് ഒരു ബാഗുമായി ഒരാൾ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അന്വേഷണം കേരള പോലീസ് സേനകൾ സംയുക്തമായി തന്നെ അന്വേഷണം നടത്തുകയാണ്. 1-2 ആളുകൾ കസ്റ്റഡിയിലുള്ളതായും വിവരമുണ്ട്. നേരത്തെ ഇദ്ദേഹത്തിന് ഒരു ഭീഷണി ഉണ്ടായിരുന്നു. നെടുമങ്ങാട്ടെ ഒരു സ്ക്രാപ്പ് വ്യവസായിയുമായി, അക്രി വ്യവസായിയുമായി ഉള്ള ഒരു തർക്കമുണ്ട്. ദീപുവിന് അത്തരം ബിസിനസ്സും സ്ക്രാപ്പ് ബിസിനസ്സും നേരത്തെ ഉള്ളതായി കുടുംബാംഗങ്ങൾ പറയുന്നു. അങ്ങനെ ഒരാളിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടൊരു ഗുണ്ട ഭീഷണിപ്പെടുത്തിയ മൊഴിയും വീട്ടുകാർ പോലീസിന് നൽകിയിട്ടുണ്ട്. രണ്ടുപേരുണ്ട്. ഒരാൾ വില കൂടുതലായിട്ട് വാങ്ങാന്ന് പറഞ്ഞ് മറ്റാണ് ദേഷ്യം വന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെയെങ്കിലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അടിയേറ്റുണ്ട്. പിന്നെ അച്ഛൻ അവരടുത്ത് പറഞ്ഞ് സാറ്റർഡേ സംബന്ധിക്കാനുണ്ട്, ട്യൂസ്ഡേ പറഞ്ഞ് പോണ വഴി ഞാൻ പിക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്ന് അയാളാണെന്ന് എനിക്ക് വെച്ചിട്ടുണ്ടാവും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദീപുവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. നാളെയാണ് സംസ്കാരം. പ്രതികൾ വൈകാതെ പിടിയിലാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. ശക്തമായ അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഈ പണത്തിനൊപ്പം ദീപുവിൻ്റെ മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ നിന്ന് പോയ കോളുകളുടെ വിവരം ശേഖരിച്ചാൽ ആരാണ് ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്, നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒപ്പം കയറുമെന്ന് പറഞ്ഞ ആളെ അറിയില്ലെന്നാണ് സൂപ്പർവൈസറും സുഹൃത്തുമായ അനിൽകുമാറും കുടുംബാംഗങ്ങളും ഒക്കെ പറയുന്നത്. അയാളെ കണ്ടെത്തിയാൽ സ്വാഭാവികമായും അന്വേഷണം എളുപ്പമാകുമെന്ന നിഗമനമാണ് പോലീസിനുള്ളത്. വിപിൻ എന്നയാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്, തക്കല സ്വദേശി. അദ്ദേഹത്തെ നേരത്തെ തന്നെ വീട്ടുകാർക്ക് അറിയാവുന്ന ആളാണ്. നേരത്തെയും പല ബിസിനസ്സിലും ദീപുവിനൊപ്പം നിന്നയാളാണ്.
ഏതായാലും അതിശക്തമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നും ആ ദൃശ്യങ്ങളൊക്കെ വ്യക്തവുമാണ്.